മക്കത്തെ ഈത്തപ്പഴം കഴിച്ചിട്ടുണ്ടാ? കഴിച്ചിട്ടില്ല എന്നെങ്കിൽ നേരെ പോയിക്കോളി. നിങ്ങൾ ജലീലിക്കാടെ ഫേസ്ബുക്ക് പേജാണ് തുറന്നോളി, അതിൽ കണ്ടോളി, ചിരിച്ചോളി. KT ജലീലിനതെ നിയമസഭയിൽ നല്ലൊരു എന്താ പറയുക മുന്നറിയിപ്പ് വാണിംഗ് ആണ് സ്പീക്കർ ഷംസീർ കൊടുത്തിട്ടുള്ളത്. അത് ജലീലിൻ്റെ പ്രശ്നം എന്താ അറിയോ? ജലീലിനൊരു ആനപ്പകയെന്നാണ് തോന്നുന്നത്. ആനപ്പക ഈ TV ഇബ്രാഹിം MLA ഉണ്ടല്ലോ, അദ്ദേഹത്തിന് അങ്ങനെയാണ് പറഞ്ഞു, ഇബ്രാഹിം സ്കൂൾ മാഷാണ്, ഞാൻ കോളേജ് മാഷാണ്. അതൊരു കൊളോക്കിയൽ ലാംഗ്വേജില് ഒരു എന്താ പറയുക തമാശ എന്നുള്ള രീതിയിൽ പറഞ്ഞതല്ല. അത് അദ്ദേഹത്തെ TV ഇബ്രാഹിമിനെ നിസ്സാരനാക്കി സംസാരിക്കുകയാണ്. പക്ഷെ TV ഇബ്രാഹിം മറുപടി കൊടുത്തിട്ടോ. മറുപടി കൊടുത്തു. ഞാൻ വ്യാജ ഡോക്ടർ അല്ല എന്നുള്ള രീതിയിൽ പോയി. ജലീൽ പറയും അണ്ണാമലയത്തെ ഡിഗ്രി അല്ല എന്റേത്, അങ്ങനെ ഉണ്ടല്ലോ, ഡിസ്റ്റൻസ് അണ്ണാമല ഡിഗ്രി അല്ല എന്റേത്, ഒറിജിനൽ ഡിഗ്രി ആണെന്നും ജലീൽ പറഞ്ഞു. പക്ഷെ ജലീലിന് ഒരു എല്ലാറ്റും ഒരു പുച്ഛുണ്ട്. ജലീല് മാത്രമാണ് നല്ലത്, അങ്ങനെ ഒരു ജലീൽ മാത്രം നല്ലത് ഒരു തോട്ട് പ്രോസസ് ആണ്. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയോ നിയമസഭയിൽ ഞാൻ കോളേജ് മാഷാണ്, കോളേജ് അധ്യാപകനെക്കാട്ടും വിജ്ഞാനം വേണ്ടി വരും ഒരു സ്കൂൾ മാഷിന് കുട്ടികളെ ഡീൽ ചെയ്യാൻ. അപ്പോൾ TV ഇബ്രാഹിമിനെ കളിയാക്കിയിട്ട് സ്കൂൾ മാഷാന്നൊക്കെയാണ് നിയമസഭയിൽ പറയണത്. അങ്ങനെ സംസാരിച്ചതേ സ്പീക്കറൊന്നും മൈൻഡ് ചെയ്യാതെ വലിയ ആളെ പോലെ സംസാരിക്കുമ്പോൾ സ്പീക്കർ പറഞ്ഞത് ധിക്കാരം വേണ്ടെന്ന് പറഞ്ഞു. ധിക്കാരം അത് ആർക്കും ഇഷ്ടമായില്ല, കോളേജ് മാഷിന് ഇഷ്ടമായില്ല. ആരെ പറയണത്? സ്പീക്കർ ഷംസീറിൻ്റേത് ഒരു വാണിംഗ് കിട്ടിയപ്പോൾ അതെ കോളേജ് മാഷിന് അത് ഇഷ്ടമായില്ല. അങ്ങനെ കോളേജ് മാഷ് അന്നൊന്നും മിണ്ടില്ല, പിറ്റേ ദിവസം വന്നിട്ട് എഴുതിയതാണത്. എന്താ പറയുക മക്കത്തെ ഈത്തപ്പഴം എന്ന് പറയുന്നത്. അത് ഓൾറെഡി എല്ലാവരും മീഡിയ വണിയിലൊക്കെ നല്ല ചർച്ചകൾ നടന്നതാണ്. ഞാൻ തവനൂർ മുസ്ലിം ലീഗ് കോട്ടയിൽ നിന്നാണ് ജയിച്ചു വരുന്നത്. കുറ്റിപ്പുറത്താണ് മുസ്ലിം ലീഗിൻ്റെ കോട്ട. തവനൂർ മുസ്ലിം ലീഗിൻ്റെ കോട്ടൊന്നുമല്ല, തവനൂർ കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്ന് ജയിച്ചു വരുന്ന എനിക്ക് കുറച്ച് ഉശുരു കൂടും. തലശ്ശേരി കമ്മ്യൂണിസ്റ്റിന്റെ കോട്ടയിൽ നിന്ന് ജയിച്ചു വന്ന ഷംസീറ നീ മുസ്ലിമാണ്, പക്ഷെ നീ കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്നാണ് ജയിച്ചു വരുന്നത്, അത്ര ഉശിരി നിനക്ക് ഉണ്ടാവില്ല. അതാണ് മക്കത്ത് ഈത്തപ്പഴം എന്ന് പറയുന്നത്. ജലീല് CPM-ന് അനഭിമതനായി മാറിയിട്ടുണ്ട് എല്ലാം കൊണ്ടും. കാരണം ഓൾറെഡി അൻവറിന്റെ ഒന്നാം വരവില് ജലീല് അൻവറിന്റെ കൂടെ നിൽക്കാവുന്ന രീതിയിലൊക്കെ ഇത് കൊടുക്കുകയും ഇനി ഞാൻ ഇലക്ഷനിലേക്കില്ല, പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്കില്ല, ഇനി ഞാൻ എഴുത്തിലേക്കും ചിന്തയിലേക്കും തിരിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ് ഈ ജലീല്. അപ്പൊ ജലീലിന് ഇനിയിപ്പോ CPM ജലീലിന് എടുക്കില്ല. നസീഫ് അപ്പൊ തവനൂരിൽ ഇനി സീറ്റ് കൊടുക്കില്ല. തവനൂരൊന്നും ഇനി ജലീല് മത്സരിക്കില്ല. ഒന്നാമത് ജലീലിന്റെ എന്ത് നഷ്ടപ്പെട്ടു? ഇമേജ് അല്ല, CPM എന്ന് പറഞ്ഞാൽ ഒരു ആളുകൾ യൂസ് ചെയ്യണം. അല്ല, ഇതിൽ മലപ്പുറം സുൽത്താൻ എന്ന് പറയുന്ന ഇമേജ് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ജലീലും കുഞ്ഞാലിക്കുട്ടി സാഹിബും കോംപ്രമൈസ് ആയിട്ടൊക്കെ സംസാരങ്ങളൊക്കെ വന്നതൊക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഭയങ്കരമായിട്ട് ലീഗിനെ എതിർക്കുന്ന ഒരാളാണല്ലോ, എന്താണ് KT ജലീൽ നിങ്ങള്? അത് ഞാൻ ഭയങ്കരമായിട്ടൊന്നും ലീഗിനെ എതിർക്കാറില്ല. അത് എനിക്ക് തോന്നണത് വെറുതെ കാരണം നമ്മളെ പ്രേക്ഷകരെല്ലാരും പറയുന്നത് നിങ്ങള് ലീഗ് വിരോധിയാണെന്നുള്ള രീതിയിൽ. നമ്മളെ പ്രേക്ഷകരതെ നമ്മൾ സമസ്താനുകൂലമായി സംസാരിക്കുമ്പോ ഇപ്പൊ സമസ്തയിൽ ഷജറ അങ്ങനെ രണ്ട് ടീം വന്നല്ലോ. നമ്മള് ഇപ്പൊ എന്നോട് ഒരു പ്രേക്ഷകൻ വിളിച്ചിട്ട് പറഞ്ഞത് വെച്ചാൽ നിങ്ങളുടെ നിരീക്ഷണങ്ങളൊക്കെ വളരെ പ്രസക്തമായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളെ ഷജറാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് CPM അനുകൂലിയാക്കുന്നു. പക്ഷെ CPM-നോട് എനിക്ക് ലീഗിനെക്കാട്ടും എനിക്ക് പൊളിറ്റിക്കലി ബന്ധങ്ങളും അടുപ്പം CPM-നോടാണ്. പക്ഷെ ജലീൽ പറഞ്ഞ രീതിയിൽ CPM-ൽ ശൈലജ ടീച്ചർ ഒരിക്കൽ പറഞ്ഞെന്താ അറിയോ, നിയമസഭയിൽ ഇയാൾ നമ്മളെ സ്വയിപ്പാക്കുന്നാണ് പറഞ്ഞത്, ഇയാൾ നമ്മളെ പ്രശ്നത്തിലാക്കുന്നാണ് ശൈലജ ടീച്ചർ പറഞ്ഞത്. അതന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജലീൽ സ്പീക്കർ ഷംസീറിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി SFIയിലൂടെയും DYFIയിലൂടെയും വളർന്നു വന്ന ഷംസീറാണോ അതല്ല ലീഗിൽ നിന്ന് എന്തോ ഒരു കാരണം കൊണ്ട് ഇങ്ങോട്ട് ചാടിയിട്ട് ലീഗിനോട് എനിക്ക് ആദർശപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞിരിക്കണ ജലീലാണോ CPM-ന് ഏറ്റവും വലുത്? അപ്പം ജലീലിൻ്റെ നയം, ജലീലിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആനപ്പക്കയാണ്. അതാണ് എല്ലാവരോടും ഒരു പുച്ഛം. TV ഇബ്രാഹിമിനോട് ചിലപ്പോൾ ലീഗിൽ പ്രവർത്തിക്കുമ്പോൾ എന്തെങ്കിലും ഈഗോ പ്രോബ്ലം ഉണ്ടാവും, പിന്നെ അസൂയ ഉണ്ടാവും. അതുണ്ടാവും. അസൂയ എന്ന് പറഞ്ഞാൽ ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ കാര്യമില്ല. അല്ല, കാര്യമില്ല എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം ലീഗുകാരനായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾ MLA ആകുമായിരുന്നു. അതിൽ കാര്യമില്ല. അല്ല, അയാള് ഒരു മന്ത്രി ആകുമായിരുന്നു. MLA ചിലപ്പോൾ ആകുമായിരിക്കാം, പക്ഷെ മന്ത്രി ആകുമായിരുന്നു. അങ്ങനെ എത്ര ജലീലിനെക്കാട്ടി എത്ര കഴിവുള്ള ഒരു മുസ്ലിം ലീഗിലും MLA മന്ത്രി ആവാത്ത, പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആവാത്ത എത്ര ആൾക്കാരുണ്ട്. ജലീലിനെക്കാട്ടും കഴിവുള്ളവർ എത്ര യൂത്ത് ലീഗിന്റെ അധ്യക്ഷ, എല്ലാവർക്കും ആവാൻ പറ്റില്ലല്ലോ. ഒരു മുസ്ലിം ലീഗുകാരന്റെ ഐഡന്റിറ്റിയാണ് അദ്ദേഹം മരിക്കുന്ന സമയത്ത് നേതാവാണെങ്കിൽ ഹരിത പതാക പുതപ്പിച്ച് മരിക്കുക എന്നുള്ളതാണ്.
അത് നസീബ് ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തീർച്ചയായിട്ടും ഇത് ജലീലിനെ ഏത് പതാക അപ്പൊ ഈ ടി വി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടി പ്രവർത്തിക്കുമ്പോൾ ആ പാർട്ടിയിൽ അദ്ദേഹം ഇബ്രാഹിമൊക്കെ ആ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അതിന്റെ ചെറുപ്പം മുതൽ പ്രവർത്തിച്ച് യൂത്ത് ലീഗിൽ പ്രവർത്തിച്ചിട്ട് അതിന്റെ MLA ആയി മാറി. ജലീൽ അങ്ങനല്ല ആയത്. ജലീൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്ത് വന്നിട്ട് CPM-ന്റെ കൂടെ നിന്നിട്ട് ഇപ്പൊ CPM-ന് ജലീലിനെ വേണ്ട. CPM ഏകദേശം സംശയത്തിന്റെ നിഴലിലാണ് പലരെയും നിർത്തിയിട്ടുള്ളത്. കാരണം ഇപ്പൊ അൻവർ ഇങ്ങനെ അങ്ങനെ വലിയ വർത്താനം പറഞ്ഞ അൻവർ പോയി എന്നിട്ടപ്പോൾ ജലീലിന് പക്ഷെ ജലീലിനെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ജലീൽ ആ ശൈലി ശരിയല്ല എന്നുള്ളതാണ്. ഷംസീറിനെ പരിഹസിച്ചതൊക്കെ അത് വളരെ മോശമായി. മക്കത്തെ ഈത്തപ്പഴം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തിനാണ് മക്കത്തെ ഈത്തപ്പഴത്തേക്ക് പോകണം? ഇവിടെ ഉള്ള വേറെ എന്തെങ്കിലും പേര് പറഞ്ഞു അദ്ദേഹം ശരിക്കും ഒരു വർഗീയ ഒരു ചൊയ ഉണ്ടാക്കുന്നുണ്ട് പല അദ്ദേഹത്തിന് വെച്ച് കഴിഞ്ഞാല് അമിതമായ മതേതരവാദി. ഞാൻ മതേതരവാദിയാണ്, നിങ്ങൾ മതേതരവാദിയല്ല എന്നൊക്കെ അല്ല പലതരം. ഇപ്പോൾ ലാസ്റ്റ് തന്നെ ഒരു ഇത്രയും വിഷയങ്ങൾ ചർച്ച ചെയ്യാനും മറ്റേ മദ്രസ വിഷയം അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ നാവ് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന്റെ നാവ് മാത്രമല്ല എഴുത്തുപ്പ് ശരിയല്ല. നാവ് എഴുതിയിട്ടല്ല ഒരു പകയാണ്. എല്ലാവരോടും ദേഷ്യം. എന്തിനാണ് അങ്ങനെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നടക്കുന്നതാണ് എനിക്ക് ജലീൽ സാഹിബിനോട് ചോദിക്കാനുള്ളത്.